US പോയതിനെ കുറിച്ച് ചോദിക്കാതിരിക്കും. അവിടെ എന്തായിരുന്നു പ്രധാനമായിട്ട് പോകാൻ പ്രധാന കാരണം 93 ഡോളർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ എനിക്ക് അവിടെ കുറച്ച് നല്ല ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായി. അവരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളത് കൊണ്ട് സ്റ്റാൻലി ഉണ്ട്, പിന്നെ മരിച്ചുപോയ ജോയി ചെമ്മാച്ചിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടൊക്കെ ആണ് ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത് 2000. കാരണം വളരെ ചുരുങ്ങിയ സമയത്ത് എത്രയും നമ്മുടെ അവിടുത്തെ പൈസയ്ക്ക് കൺവേർഷൻ റേറ്റ് ഇവിടെ കൂടുതലാണ്. അപ്പോൾ അത് പഴകം ചെയ്തിട്ട് തിരിച്ച് വീണ്ടും സിനിമയിലോട്ട് വരാമെന്നുള്ള ധാരണ പോയതാണ്. പക്ഷേ പോയ സമയത്ത് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു മനസ്സിൽ. തീർച്ചയായിട്ടും സിനിമ വിട്ടിട്ട് എങ്ങനെ പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ അവിടെ പോയി നല്ല തണുപ്പത്ത്, വിൻഡി സിറ്റി എന്നാണ് ഷിക്കാഗോ അറിയപ്പെടുന്നത്. അവിടെ ഈ -40 -2 ഒക്കെ വന്നാൽ തന്നെ ഈ വിൻഡ് അടിക്കുന്ന കാരണം -40 എഫക്റ്റ് ഒക്കെ ഉണ്ട്. അവിടെ ഞാൻ ട്രക്ക് ടോ ചെയ്യാൻ പോവാ. ഈ 18 വീലർ വലിയ ട്രാക്ടറിനെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലിപ്പ് ഓവറൊക്കെ ആവുകയാണെങ്കിൽ അതിനെ പൊക്കിയെടുക്കുക, ടോ ചെയ്തുകൊണ്ട് വരിക എന്നുള്ള ഒരു കമ്പനിയിലാണ് ജോലി ചെയ്തത് ആദ്യം. അത് സിവിയർ കോൾഡിൽ നൈറ്റിലാകുമ്പം പൈസ കൂടുതലുണ്ട്, റിസ്ക് ഉണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് ഉള്ളതുകൊണ്ട് റിസ്ക് ഫാക്ടർ കുറവാണ്. പക്ഷെ ഈ തണുപ്പ് എന്നുള്ള സാധനം, ഇപ്പം നമുക്ക് ചൂടാണെങ്കിൽ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ഊരി മാറ്റി നമുക്ക് തണുപ്പാണെങ്കിൽ എത്ര ഡ്രസ്സ് കയറ്റിയാലും ഈ ചെവിയും ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ എക്സ്പോസ്ഡ് ആകുമ്പോൾ ഈ ഭയങ്കര പെയിനാണ് ഈ തണുപ്പടിക്കുമ്പോൾ ഈ ചെവിയുടെ ഈ ഭാഗത്തൊക്കെ വരിക. അപ്പം അങ്ങനെ ഉള്ള തണുപ്പത്തിൽ ഇപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ. പക്ഷെ പിന്നീട് നമ്മളെന്താ പറയുക, നമ്മൾ ഒരു ജോലി പഠിച്ച് നമ്മൾ അതിൻ്റെ മാസ്റ്ററായി കഴിഞ്ഞാൽ പിന്നെ ആ ജോലി താനെ നമ്മളെ സ്നേഹിക്കും, നമ്മൾ ആ ജോലി സ്നേഹിക്കും. ഇത് പഠിച്ചെടുക്കുന്നവരെ ഉള്ളൂ ഈ ബുദ്ധിമുട്ട്. 5 വർഷം മേലെ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുടുംബത്തെ കൊണ്ടാക്കിയിട്ട് വീണ്ടും കാനഡയിൽ 1 വർഷം കൂടെ പോയി തിരിച്ചു വന്നു. കാരണം സിനിമ ഇങ്ങനെ കിടക്കുകയാണല്ലോ. ഞാൻ വിചാരിച്ചു പല മഹാരഥന്മാരും ആ സമയത്ത് കാലയവനിക്കുള്ളിൽ പോയി. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിനി നല്ല വേഷങ്ങൾ വരും. കാരണം അധികം കോമ്പറ്റീഷനിലിരുന്നു. എവിടെ ഒരുത്തരെ എനിക്ക് അറിഞ്ഞുകൂടാ, ആർക്കും എന്നെ അറിഞ്ഞുകൂടാ. മഹേഷ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ കണ്ടാൽ തിരിച്ചറിയുന്നില്ല. കാരണം അവിടത്തെയൊക്കെ വെള്ളത്തിൽ കുളിച്ചും ഉള്ള മുടിയും പോയി, പണ്ട് നിറയെ മുടിയുണ്ടായിരുന്ന മഹേഷാണ് ഞാനെന്ന് ആര് പറഞ്ഞാലും വിശ്വസിക്കൂല. കാറ്റ് വീഴ്ച വന്ന തെങ്ങുപോലെ ആയിപ്പോയി തല. അപ്പോൾ സ്ട്രഗിൾ ചെയ്തു അവിടെയും. പക്ഷേ എൻ്റെ ലോഹിയേട്ടനും, ഞാൻ പറയില്ലേ ഗോഡ് ഫാദർ ലോഹിയേട്ടനും മമ്മൂക്കയും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് എന്നെ തിരിച്ച് കൊണ്ടുവരാനായിട്ടൊക്കെ. അദ്ദേഹത്തിന്റെ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അദ്ദേഹമാണ് എന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് മമ്മൂക്കയുടെ അവിടെ ആയിരിക്കുന്ന സമയത്തും ഈ സിനിമ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല അവിടേക്ക് പ്രോഗ്രാമിന് വേണ്ടി വരുന്ന എല്ലാവരും എന്നെ, ഇപ്പം മമ്മൂക്ക പോലും അവിടെ വന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്, മനസ്സിലേ. അപ്പൊ അവിടെ ആകുമ്പോൾ ഈ തിരക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ അടുത്ത് ഇവരോട് പെരുമാറാനും, അവിടെ പിന്നെ ഈ പറയുന്ന പോലെ ഇവർക്കിടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് ചുറ്റും കറങ്ങുന്ന ചില ഉപഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവരോട് പോകാം. ഇപ്പോഴാണല്ലോ അത് പറ്റാത്തത്. ഇപ്പം പലരും ഉള്ളതുകൊണ്ട് നമുക്ക് അവരിലോട്ട് എത്താൻ പറ്റാത്തതിന്റെ അവസ്ഥയാണല്ലോ ഇവിടെ. അവിടെ അവർ വരുമ്പോൾ ബൗൺസേഴ്സിനും കൊണ്ടല്ലല്ലോ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ബന്ധങ്ങളുണ്ടായിരുന്നു. എല്ലാവരും സീരിയലിലേക്ക് മാറിയതൊന്നുമല്ല, സീരിയലിലേക്ക് മാത്രം മാറി. ആ സീരിയലിലേക്ക് മാത്രം മാറേണ്ടി വന്നു. കാരണം അവര് മാത്രമേ വിളിക്കുന്നുള്ളൂ. ഇപ്പൊ എന്തിനാ ഞാൻ അതും സീരിയലും എല്ലാ ചാനലിലൊന്നും വിളിക്കുന്നില്ല. ചില ചാനലുകളിലൊക്കെ ഭ്രഷ്ടുണ്ട്. അതായത് ഈ അവരുടെ ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ വേറെ ചാനലിൽ വർക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ മധുര നൊമ്പര കാറ്റ് എന്ന് പറഞ്ഞ സീ കേരളത്തിലെയാണ്. അത് പാലക്കാടാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതായത് ഒന്ന് ഗ്രാമാന്തരീക്ഷം, ഒന്ന് ഈ പച്ചപ്പാടങ്ങൾ, ഈ അരിയുടെ അതെ നെൽപ്പാടങ്ങളും അതിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ട്. അമ്പലങ്ങളും ഈ സിനിമയിലൊക്കെ എത്തണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്ന പല കലാകാരന്മാരും, അത് അഭിനയിക്കുന്നവർ മാത്രമല്ല കേട്ടോ, ഈ സംവിധാന രംഗത്തും കലാരംഗത്തും ഒക്കെ നിൽക്കുന്നവർ, അവർക്ക് പിന്നെ അവരുടെ ഒരു ഇത് കാഴ്ചവെക്കാൻ വേറെ എവിടെയാ സ്ഥലം? ഇപ്പം ഈയിടെ പറയുന്നത് കേട്ടു, വനിതാ കമ്മീഷനാണോ ആരാണെന്തോ സീരിയലുകൾ പിന്നെ നിരോധിക്കണം, അല്ലെങ്കിൽ 50 എപ്പിസോഡിൽ കൂടുതലാക്കരുത്, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർമ്മാതാവിന് ഒരു സീരിയലിൽ കാശ് മുടക്കി കഴിഞ്ഞാൽ മിനിമം ഒരു ലാഭം കെട്ടി തുടങ്ങണമെങ്കിൽ തന്നെ 100 എപ്പിസോഡ് കഴിക്കണം. പിന്നെ 50 എപ്പിസോഡ് നിർത്തിയാൽ എന്ത് ചെയ്യും? അല്ല, ഈ ഹേമ കമ്മിറ്റി വിഷയങ്ങളെല്ലാം വന്ന സമയത്ത് കുറേ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സീരിയൽ മേഖലകളിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ അതല്ലേ നേരത്തെ പറഞ്ഞ, സീരിയൽ രംഗത്തും വിഷയങ്ങളുണ്ട്.
പക്ഷെ അത് ഒരുപക്ഷെ സിനിമയെക്കാളും കഷ്ടമായിരിക്കും. പക്ഷേ എന്നാൽ ഈ ശാരീരികമായിട്ടുള്ള ഒരു ദുരനുഭവമൊന്നും അധികം വരാത്തത് പലർക്കും എന്തെന്ന് വെച്ചാൽ എല്ലാവരും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പറയില്ലേ അവരവരുടെ വീടുകളിൽ പോയി എല്ലാവരും കൂടുതലും ഈ നടീനടന്മാരൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ് താമസം. ഏറ്റവും കൂടുതൽ ഷൂട്ടിംഗ് നടക്കുന്നതും തിരുവനന്തപുരത്ത്. അപ്പോൾ എല്ലാവരും വർക്ക് കഴിഞ്ഞ് അവരവരുടെ ഭവനങ്ങളിലോട്ട് പോകും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ കുഴപ്പങ്ങളോ ഇല്ലാത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മേ ബി ഐ എം റോങ്. പക്ഷേ അല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നേ. ഇപ്പം ഇത് മാത്രം അല്ലല്ലോ, വേറെ ഒരുപാട് പ്രശ്നങ്ങളില്ല. ഇപ്പം സാമ്പത്തികം, ഫോർ എക്സാമ്പിൾ ചെയ്ത ജോലിക്ക് ശമ്പളം കിട്ടുക, അല്ലെങ്കിൽ പിന്നെ പ്രോപ്പറായിട്ട് ഡേറ്റുകൾ കിട്ടുക. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു എതിര് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസം കിട്ടിക്കൊണ്ടെന്ന് എനിക്ക് നാളെ തൊട്ട് 2 ദിവസം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കഷ്ടകാലം ഉണ്ടെങ്കിൽ എന്നെ പിടിച്ച് മതിലിലും കയറ്റി ഫോട്ടോ ആയിട്ട് ഭിത്തിയിലൊരു പൂമാലയും തൂക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ അഭിപ്രായം തുറന്നു പറഞ്ഞത് പാരയായിട്ടുണ്ടോ എന്ന് ചോദിച്ചത് ഉണ്ടെന്നേ. അതിപ്പോൾ പറഞ്ഞിട്ട് ഞാൻ എന്നെ പകുതി അഭിനയിച്ചുകൊണ്ടിരുന്നിട്ട് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു നടി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സീരിയലിൽ നിന്നും ഒരു നടി തന്നെ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന നടിയാണ്. അവർക്ക് കുറേ കഴിഞ്ഞപ്പോൾ തോന്നി ഞാനല്ലേ പ്രൊഡ്യൂസർ, എനിക്ക് ഇങ്ങനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് വേണ്ടേ. കഥാപരമായിട്ട് എനിക്കാണ് ഇമ്പോർട്ടൻസ്. കാരണം ഞാൻ പാവപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ കുടുംബത്തിലോട്ട് കൊണ്ടുവന്നു. അപ്പം കുടുംബനാഥൻ എന്നുള്ള രീതിയിൽ എനിക്കാണ് ഇമ്പോർട്ടൻസ്. പക്ഷേ അവർക്ക് തോന്നി അവർക്കാണ് ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. അവരെന്നെ കട്ട് ചെയ്തു. ഞാൻ വരുന്ന കാലത്ത് ട്രിവാൻഡ്രം ആയിരുന്നു സിനിമയുടെ ഹബ്. അതെ അതെ, മനസ്സിലായി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് എറണാകുളമാണ്. എറണാകുളത്തെ ട്രാഫിക് ജാമിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണ് മലയാള സിനിമ എന്ന് പറയാം. മനസ്സിലല്ലേ? മലയാള സിനിമയുടെ സ്ഥായിയായ ഭാഷ പോലും ഒരിടയ്ക്ക് ഫോർട്ട് കൊച്ചി ഭാഷയായിരുന്നു. നീ എന്താണ് ഈ പറയണേ ഇതൊക്കെ പറഞ്ഞിട്ട് അതായിരുന്നു കൊച്ചി സ്ലാങ് ആയിരുന്നു മലയാള സിനിമയുടെ സ്ഥായിയായ ഭാഷ. മനസ്സിലായില്ലേ? MT സാറൊക്കെ സ്ക്രിപ്റ്റ് എഴുതി നിർത്തിയത് അതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ ഭാഷ അദ്ദേഹത്തിനൊന്നും അങ്ങനെ വഴങ്ങത്തില്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറയണ്ട. പക്ഷെ ഞാൻ പറയുന്നത് ഒരു 80കളുടെ അവസാനം 90കളിലൊക്കെ, അല്ലെങ്കിൽ 70കളുടെ അവസാനം തൊട്ട് 90കളുടെ അവസാനം വരെയൊക്കെ എന്ത് സജീവമായിരുന്നു മലയാള സിനിമ. ജോജുവിൻ്റെ പണി മൂവി കണ്ട സമയത്ത് അതിൽ തൃശ്ശൂർ റൗണ്ടിൻ്റെ ട്രാഫിക് ജാം വളരെ മനോഹരമായിട്ട്, അത് എങ്ങനെയാണ് എന്ന് ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു. പുള്ളി കാണുമ്പോൾ ഒന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചു. അത് റിയലായിട്ട് തന്നെ അതൊക്കെ പിന്നെ നമുക്കിപ്പോൾ എന്താ പറയുക 4K തൊട്ട് 8K വരെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ 12K വരെയൊക്കെ ഉള്ള തന്നെ ക്യാമറകൾ, വളരെ ഈ കുഞ്ഞു ക്യാമറകൾ മേടിക്കാൻ കിട്ടും. അത്യാവശ്യം നമുക്ക് ഒരുപാട് എൻറ്റയർ മൂവിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോലെ, അല്ലെങ്കിൽ പാനിങ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ചെറിയ ഇത് വരാം, ഫ്ലിക്കറിങ് പോലെ അല്ലെങ്കിൽ ജെർക്ക് പോലെയൊക്കെ വരാമെങ്കിലും അത്യാവശ്യം കുറേ സ്റ്റഡി ഷോട്ട്സ് ഒക്കെ നമുക്ക് ഒരു മനുഷ്യൻ പോലും അറിയത്തില്ല, അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. അതൊക്കെ ഒരുപാട് വളരെ മനോഹരമായിട്ട് അയാൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവർ ആ പിള്ളേർ ക്രോസ് ചെയ്ത് വരുന്ന ആ റോഡിൽ കൂടി വരുന്നതൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ സ്ഥിരം അല്ലാത്തതുകൊണ്ടായിരിക്കും, തൃശ്ശൂരൊക്കെ ആയതുകൊണ്ട് ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു, നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ലാസ്റ്റ് ഒരു സിനിമ കണ്ടത് ഇപ്പം എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങ് വിഷമിക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം ഒരു സർക്കിൾ വരികയാണ്. വീണ്ടും ഇതിങ്ങനെ പലത് ഇപ്പം എല്ലാ കാലഘട്ടത്തിലും നടത്തുന്നുണ്ട്, പിന്നെ തിരിച്ച് വരും. വന്ന് തന്നെ ആവണം, അത് പ്രകൃതിയുടെ തന്നെ നിയമമാണ്, അത് വരും. അന്ന് നമ്മളുണ്ടാവണമെന്നില്ല. പ്രിയപ്പെട്ട ശബ്ദങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരോടും ചോദിക്കാറുണ്ട്. അത് ചില വ്യക്തികളുടെ ശബ്ദങ്ങളായിരിക്കാം, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ പ്രകൃതിയിലോ അങ്ങനെ ഒരു സ്നേഹവും ഇഷ്ടവും അടുപ്പവും കൂടുതൽ തോന്നുന്ന ഒരു ശബ്ദം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്? എന്തുമാവാം. ചില ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിന് ഒരു സമാധാനം തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും സംഗീതം തന്നെയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഒരു ആശ്വാസം എന്ന് പറയുന്നത്. എനിക്കറിയില്ല, എൻ്റെ ഇപ്പോഴത്തെ ക്രേസ് ഞാൻ പറയാം. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ക്രേസ് എന്ന് പറയുന്നത് ദാസേട്ടൻ്റെയും രവീന്ദ്ര മാഷിൻ്റെയും കോമ്പിനേഷൻ, ദാസേട്ടൻ്റെയും ജോൺസൺ മാഷിൻ്റെയും കോമ്പിനേഷൻ. നമ്മളപ്പോൾ അത് പറയുമ്പോഴും വീണ്ടും നമ്മൾ 80കളിൽ 90കളിൽ പോവുകയാണ്. പക്ഷേ ആ പാട്ടുകൾ അത് കേൾക്കുക, യാത്ര ചെയ്യുമ്പോഴും, എനിക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മൈൽഡായിട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ല വോളിയത്തിൽ തന്നെ കേൾക്കാം. മനസ്സിലായില്ലേ? അപ്പോഴേ നമുക്ക് ചെറിയ ഹിഡൻ ഇൻസ്ട്രുമെൻസിൻ്റെയും ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അത് ആസ്വദിച്ചുകൊണ്ട്, ഇപ്പം ഞാൻ പാലക്കാടാണ് ഞാൻ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ നിന്ന് ഒരു സംഭവം കയറ്റിക്കഴിഞ്ഞാൽ 3-3.5 മണിക്കൂർ എവിടെയും അങ്ങനെ പോവുള്ളൂ. ഇപ്പുറത്തിരുന്നിട്ട് നമ്മൾ തന്നെ ആ ഡ്രൈവർക്കൊപ്പം ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ അവിടെ ഇരുന്നിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടിയാൽ പോലെ. അപ്പോൾ ഈ പാട്ട് കേൾക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുപോലെ തന്നെ 70s അവസാനം 80siലുള്ള ഇംഗ്ലീഷ് സോങ്സ് ലൈക്ക് അബ്ബയുടെ അല്ലെങ്കിൽ ബി ജീസ്, സാറ്റർഡേ നൈറ്റ് ഫീവറൊക്കെ പോലത്തെ പാട്ടുകളില്ലേ,
അല്ലെങ്കിൽ അബ്ബയുടെ മാമമ്മിയെ പോലെയുള്ള അത്തരം പാട്ടുകൾ കേൾക്കുക. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു സന്തോഷം. ഇങ്ങനെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുള്ളത് ഏതാ? അതായിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ദാസേട്ടൻ്റെ, ജോൺസൺ മാഷിൻ്റെ എത്രയോ പാട്ടുകൾ, രവീന്ദ്രൻ മാഷിൻ്റെ എത്രയോ മൂളാന്ന് തോന്നുന്നു. അയ്യോ ഈ പാട്ട് ഞാൻ തമ്മിൽ യാതൊരു ബന്ധവും. അയ്യേ, ഞാൻ ഇപ്പം തന്നെ അറിയാത്തൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഭിനയം. ഞാൻ അതിൻ്റെ കൂടെ ഈ പാട്ടും കൂടെ പാടിയിട്ട് പ്രേക്ഷകരെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, സത്യമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ഇല്ല, അത് വേണ്ട. ഞാൻ ഇപ്പം പാലക്കാടല്ലേ കൂടുതലും ഷൂട്ട് അങ്ങോട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ അത് വീണ്ടും ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് എനിക്കറിയില്ല. പോവുകയാണെങ്കിൽ ഈ പറയുന്ന കണ്ടുമടുത്ത ലൊക്കേഷൻസിലും ഈ ബീച്ച് അവിടെ കുറേ ഫിലിമിന്റെ എല്ലാം വർക്ക് പണ്ട് ചെയ്തതല്ലേ, എന്തോരം സിനിമ. ബൈജു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിത്രാഞ്ജലി സ്റ്റുഡിയോ മറക്കാൻ നോക്കും, മെറിലാൻഡ് സ്റ്റുഡിയോ മറക്കാൻ നോക്കും, മെറിലാൻഡ് സ്റ്റുഡിയോയിലെ പോലീസ് സ്റ്റേഷൻ മറക്കാൻ നോക്കും, എന്തോരം മെമ്മറീസും ആണ്. പക്ഷേ ഇപ്പം എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഫോർട്ട് കൊച്ചിയിലാണ്. ഇപ്പം ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്യുന്ന പടത്തിന് പോലും ഫോർട്ട് കൊച്ചി ഭാഷയാണ്. അതാണ് അവസ്ഥ. കിട്ടേണ്ടത് സിനിമ തിയേറ്ററിൽ നിന്നാണ്. ഈ OTT നിന്നും അധികം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കിട്ടേണ്ട തിയേറ്ററിൽ നിന്നാണ്. തിയേറ്ററിലോട് ജനങ്ങൾ വരുന്ന സംസ്കാരം വന്നേ പറ്റുള്ളൂ. വീണ്ടും എന്താണ് അവരെ തടഞ്ഞു നിർത്തണമെന്ന് എനിക്കറിയില്ല. ഒരു പരിധി വരെ OTT ആണെന്ന് ഈയിടെ ഒരു പ്രസിദ്ധനായ ഒരു നിർമ്മാതാവ് പറഞ്ഞു. അപ്പോൾ അതാണോ എന്ന് എനിക്കറിയില്ല. ആകാം. OTT നന്മയുണ്ടാവുന്നുണ്ടാവും, ലാഭം ഉണ്ടാകുന്നുണ്ടാവും. പക്ഷേ ചെറിയ ചെറിയ സിനിമകൾക്കെല്ലാം അവിടെയും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അവരുടെ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് ഇതുണ്ടല്ലോ, അതായത് ഷെയറിങ്, അങ്ങനെയുള്ള പല രീതിയുണ്ട്. അതൊക്കെ വെച്ചിട്ട് പലർക്കും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ആത്മാർത്ഥമായ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം സഫലമാവുക തന്നെ ചെയ്യും എന്ന ഒരു കാര്യം ഓർത്തുകൊണ്ട് തീർച്ചയായും എല്ലാ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിങ് മീ കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.